ഇന്നലെ CWBന്റെ ഒരു സെമിനാറിൽ ഞാൻ പാനലിസ്റ്റായിട്ട് പോയി. AC റൂമിലാണ്, ഒരു കുഴപ്പമില്ല, നല്ല സുഖമായി. ഇന്നിപ്പോ ഗസ്റ്റ് ഹൗസ് AC റൂമിൽ CWBന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ, ഈ സെക്ടറിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള പരാതി, നമ്മൾ ഈ സെമിനാറുകളിലെ ചർച്ചകളൊക്കെ ഇങ്ങനെ AC റൂമിൽ വെച്ച് നടത്തി ഒരുപാട് പൈസ അടിച്ചു കളഞ്ഞു. നമ്മളിതിന്റെ ദുഃഖം അറിയാത്തവരാണെന്നാണ് ഈ പൊതുജനങ്ങൾ പലപ്പോഴും ഞാൻ പല ക്ലാസ്സിലൊക്കെ പോകുന്നത്. ഇപ്പൊ കാഠ്മണ്ഡുവിൽ ആഗോളതാപനത്തിനെതിരെ മന്ത്രിസഭ ചേർന്നത് 45 ഡിഗ്രി ചൂടിലാണ്. മന്ത്രിസഭയാണ് ചേർന്നത്, ചെറിയ ആളുകളല്ല. മാലിയിൽ മന്ത്രിസഭ ചേർന്നത് കടലിനടിയിലാണ്. ഗ്രീസിൽ ഓഡ് നമ്പർ ഈവൻ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കാറുകൾക്ക്. ഇപ്പൊ മോഹൻ സാർ 2 പേരുണ്ട്, മോഹൻ സാർമാർ 2 പേര്, 2 മോഹൻ സാർ പോയി. ഇവർ അയൽവക്കത്താണ് താമസിക്കുന്നതെങ്കിൽ, ഞാൻ പേരൊന്നും പോലെ അങ്ങനെ പറഞ്ഞു, അയൽവക്കത്താണ് താമസിക്കുന്നതെങ്കിൽ 2 പേർക്കും സ്വന്തം വെഹിക്കിൾ ഉണ്ടെങ്കിലും, ഓപ്ഷൻ വെഹിക്കിൾ പോട്ടെ, സ്വന്തം വെഹിക്കിൾ ഉണ്ടെങ്കിലും 2 വെഹിക്കിളും ഒരേ ദിവസം എടുക്കാൻ പറ്റത്തില്ല ഗ്രീസിലെ നിയമം അനുസരിച്ച്. 1-ാം ദിവസം മോഹൻ സാറിന്റെ DOPയുടെ കാർ എടുക്കാം, അത് അവർക്ക് തീരുമാനിക്കാം. ആ കാറിനകത്ത് ടെക്നിക്കൽ ഡയറക്ടറെ കൂടി കയറ്റണം. കയറ്റിയില്ലെങ്കിൽ ശിക്ഷയാണ്. കയറ്റിയില്ല എന്ന് പറഞ്ഞ് SMS അയച്ചാൽ മറ്റേ കാറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. എന്തിനെന്നാൽ ബ്രിട്ടനിൽ സൈക്കിളിൽ പോകുന്നു, ഇതെല്ലാം ഉപേക്ഷിക്കുകയാണ്. ലോകം അങ്ങനെ മാറി ചിന്തിക്കുക. നമ്മളിവിടെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു കാഠിന്യം 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നപ്പോൾ ഭയങ്കര അസ്വസ്ഥരാണ്. നമ്മളൊരു ഹോട്ടലിലായിരുന്നുവെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. ഞാൻ നന്നായി എന്ന് ആദ്യം പറഞ്ഞത്, നമുക്ക് സെമിനാർ നടത്താൻ, ചർച്ച നടത്താൻ, ഒരുപാട് പ്രഭാഷണമൊക്കെ നടത്താം. പക്ഷെ അതിനൊപ്പം ഹാർഡ് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് ഫീൽ ചെയ്തു, വല്ലാതെ ഫീൽ ചെയ്തു. ഇന്ന് ഗ്രാമങ്ങളിൽ നല്ലൊരു ശതമാനം വെള്ളമില്ല. നഗരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടുന്നു, വെള്ളത്തിന്റെ പ്രശ്നമാണ്. അതവിടെ നിൽക്കട്ടെ, അതെല്ലാം ജല കൺസർവേഷൻ, വാട്ടർ കൺസർവേഷൻ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നുമില്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം തീർക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി ലോകം തിരിയാൻ പോകുന്നത് ജലത്തിന്റെ പുറത്താണ്. എണ്ണയ്ക്ക് വേണ്ടിയായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ യുദ്ധം, അത് കഴിഞ്ഞു. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു ധാരാളം യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒരുപാട് നടന്നിരുന്നു. സുന്ദരികളായ സ്ത്രീകളുണ്ടെങ്കിൽ അവരെ കൈയിലെത്തുന്നതിന് വേണ്ടി രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന കഥകൾ പോയി. ഇപ്പൊ അവരെ സുന്ദരികളെ വെട്ടിപ്പിടിക്കാൻ നടക്കേണ്ട കാര്യമില്ല, ഞാൻ ബാക്കിയുള്ള പറയുന്നില്ല, അതിന്റെ കാര്യമില്ല. ഇതിലൊക്കെ അവരെ മോശമാക്കി പറയുന്നില്ല എന്നല്ല, സാഹചര്യം ലോകം വളർന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമൊന്നും എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലോകം ഒരുപാട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു യുദ്ധമൊന്നും ഒരിടത്തില്ല. പക്ഷെ മൂന്നാമതിന്റെ വരാൻ പോകുന്നത് വെള്ളത്തിന്റെ പുറത്താണ്. ഇത് പറയുമ്പോൾ ജലക്ഷാമത്തിന്റെ പുറത്തല്ല വരുന്നത്, വെള്ളമില്ലായ്മയുടെ പുറത്തല്ല വരുന്നത്. 2 കാര്യങ്ങൾ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന്, പെട്രോളിന് പകരമുള്ള ഇന്ധനമായി വെള്ളം എങ്ങനെ ഉപയോഗിക്കാം, ഹൈഡ്രജൻ എങ്ങനെ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഹൈഡ്രജൻ എങ്ങനെ വേർതിരിച്ചെടുക്കാം. വിജയിച്ചു കഴിഞ്ഞു, ജപ്പാൻ വിജയിച്ചു. ഇന്ത്യ 10,000 കോടി രൂപയാണ് ആ ഗവേഷണത്തിന് മുടക്കിയിരിക്കുന്നത്. അത് വിജയിച്ചാൽ, ജപ്പാൻ വിജയിച്ചോട് ഇന്ത്യക്ക് വിജയിക്കാം, ചൈനയിൽ അത് വിജയിച്ചു, ബ്രിട്ടനിൽ വിജയിച്ചു. ഇത് ഇന്ത്യയിൽ കൂടി വിജയിച്ചാൽ നമ്മൾ ഇനി പെട്രോൾ പമ്പിലൊന്നും പോയാൽ വെള്ളം കാറിൽ കൊണ്ട് പോകത്തില്ല. ഹൈഡ്രജൻ, വെള്ളത്തിൽ നിന്നുള്ള ഹൈഡ്രജൻ വേർതിരിച്ചിരുന്ന ഇന്ധനം കിട്ടുന്ന പമ്പുകൾ വരാൻ പോകുന്നു. കർണാടകത്തിൽ വാട്ടർ ATM വന്നിട്ടുണ്ട്. നമ്മളുടെ ATMയിൽ നിന്ന് പൈസയാണ് എടുക്കുന്നത്. കർണാടകത്തിൽ വാട്ടർ ATM ഉണ്ട്. നമ്മൾ കൊക്കോകോളയിലേക്ക് കുപ്പി കിട്ടുന്നത് പോലെ, എയർപോർട്ടിലൊക്കെ പോയി പൈസ എടുക്കുന്നത് പോലെ ചെറിയ ATMകളിൽ പോയാൽ നമുക്ക് വാട്ടർ ATMകൾ വരുന്നു. കടലിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സാങ്കേതിക വിദ്യ വിജയിച്ചു ഇസ്രായേലിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി S സാറും ഒക്കെ പോയതാണ്. അത് വിജയിച്ചു. ഇപ്പൊ വില കൂടുതലായതുകൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. അത് വ്യാപകമാവുന്നു. ഒരു വശത്ത് കടലിലെ വെള്ളത്തിന്റെ ശുദ്ധീകരണ ചെലവ് കുറഞ്ഞു വരുന്നത് വ്യാപകമാവുന്നു. കരയിലെ വെള്ളം ഇത്തരത്തിൽ വ്യാപകമാവുന്നു. മൂന്നാമതൊരു കാര്യം ലോകത്ത് വരാൻ പോകുന്നു. ജലനിധിക്കാരെന്ന് പറയേണ്ട കാര്യമില്ല. പരിഷ്കാരങ്ങളുടെയൊക്കെ ഭാഗമായി ജലനിധി വരെ വന്നെങ്കിൽ, ജലനിധി വരെ വന്നല്ലോ, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ സ്കീമുകൾ വന്നെങ്കിൽ, അടുത്ത് വരാൻ പോകുന്ന കാത്തിരിക്കുന്ന ഒരു പരിഷ്കാരം ലോകത്ത് നിയമം വരികയാണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വെച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നത്, വരാനിരിക്കുന്ന ഒരു പരിഷ്കാരം വിർച്വൽ വാട്ടർ എക്സ്പോർട്ടും വിർച്വൽ വാട്ടർ ഇമ്പോർട്ടും വരാൻ പോകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും WTO ഒക്കെ കരാറുണ്ടാക്കാൻ പോകുന്നത്. വേൾഡ് ബാങ്ക് അങ്ങനെയായിരിക്കും ഫണ്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഒരാൾ ജീൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ക്യാമറ എടുക്കുന്ന 2 പേരും ജീൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവർ ഏറ്റവും വലിയ ജല സംരക്ഷക വിരുദ്ധരാണ് ജീൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം ലിറ്റർ വെള്ളം നഷ്ടമായാലേ ഒരു ജീൻസ് ഉത്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇയാള് 1.5 ലക്ഷം × 10 രൂപയാണ് 1 ലിറ്ററിനെങ്കിൽ 1 കോടി അല്ലെ, 10 ലക്ഷം രൂപ, 10.5 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയാണ് ഈ മനുഷ്യൻ രാവിലെ ജീൻസ് എടുത്തിട്ടപ്പോൾ ഈ ഭൂമിയിൽ നഷ്ടമാക്കിയത്. പുതിയ കണക്കാണ്.
കഴിയുമ്പോൾ 1 കിലോ ബീഫ് കഴിച്ചാൽ 15,000 ലിറ്റർ വെള്ളമാണ് ഈ കന്നുകാലികൾ കഴിച്ചാലേ 1 കിലോ ബീഫ് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ പലരും ചിരിക്കാം. ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയുമ്പോൾ ചിരിക്കാറുണ്ട്. പക്ഷേ ഇസ്രായേൽ അവരുടെ പോളിസി ഉണ്ടാക്കി, വാട്ടർ പോളിസി ഉണ്ടാക്കി. എന്താ പോളിസി? ഓറഞ്ച് കൃഷി ഒരുപാട് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഓറഞ്ച് കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ നിയമം വന്നു, നമുക്ക് അരിക്കൃഷി ഉപയോഗിക്കാം, അരിയുടെ കൃഷി വേണ്ട, നെൽകൃഷി വേണ്ട. അങ്ങനെ വെള്ളത്തിന്റെ പുതിയ കണക്കുകൾ വരുന്നു. ഒരു വസ്തു കമ്പ്യൂട്ടർ ഉത്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നതിന് എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് കണക്കുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വെള്ളത്തിനുള്ള ശേഷി നിങ്ങളുടെ രാജ്യത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഉൽപ്പന്നം ഉണ്ടാക്കരുത്. ഇതാണ് പുതിയ തിയറി. നിങ്ങൾ അതുണ്ടാകുന്ന രാജ്യങ്ങളിൽ നിന്ന് മേടിച്ചാൽ മതി. അങ്ങനെ ലോകത്ത് പുതിയ തിയറികൾ വരുന്നു. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി കണക്കൂട്ടാൻ പറ്റും. ഒരു രാജ്യത്തിന്റെ വാട്ടർ ഫ്രൂട്ട്പ്രിന്റ് എത്രയാണ്, ഒരു രാജ്യത്തിന് ആവശ്യമുള്ള ജലത്തിന്റെ ആവശ്യം എത്രയാണ്, അവർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തണം. ലളിതമായി വരും. മൂന്നാമത് വിഷയം അമൂല്യമാണെന്നൊക്കെ പറയും. നമ്മൾ ജലനിധിയാണ് അമൂല്യമാണെന്ന് പറയുമ്പോഴും നമുക്കിതിന് വിലയിടുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കും ധാരണയില്ല. ഒരു വസ്തു അമൂല്യമാണെങ്കിൽ അത് സംരക്ഷിക്കണ്ടേ? നമ്മൾ അമൂല്യമാണ്, അസുലഭമാണെന്നൊക്കെ പറയുകയും അത് സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന വേറൊരു കാഴ്ചപ്പാട്. മൂന്നാമതൊരു കാര്യം വരുന്നു, സർക്കാർ സംവിധാനങ്ങളിൽ ഒരുപാട് പണം ഇതിലേക്ക് മുടക്കണ്ട. ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഇതിന്റെ ക്യാപിറ്റൽ കോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കുറയ്ക്കണം എന്നുള്ളൊരു വാദഗതി വരുന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനനുസരിച്ച് സംഘടനാപരമായ ലോകത്ത് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ വരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ വെർച്വൽ വാട്ടർ കൺസെപ്റ്റ് ലോകത്ത് ട്രേഡ് തിയറികൾ വരുന്നു. WTO അങ്ങനെ തിയറി ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ അങ്ങനെ തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ പോകുന്നു. നിങ്ങൾ 1 ലിറ്റർ വെള്ളം ഒരു കുപ്പിയിൽ കുടിക്കുമ്പോൾ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കുടിക്കുന്നതെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാക്കാൻ 3 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ 1 ലിറ്റർ കുടിക്കുമ്പോൾ 4 ലിറ്റർ വെള്ളമാണ് നഷ്ടപ്പെടുന്നത്. ഇതാണ് പുതിയ കണക്ക്. അപ്പൊ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഗുരുതരമായ പ്രതിസന്ധികളിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ, ഞാൻ ദീർഘമായി പറയുന്നില്ല, ഇത് പറയുമ്പോൾ വേറൊരു കഥ കൂടി നമ്മൾ അറിയണം. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങൾ 1000 കോടി ആളുകൾക്കും, 1000 കോടി ആളുകൾക്ക് പ്രൊജക്ട് വന്നിരിക്കുന്നത്, 1000 കോടി ആളുകൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ളതിന്റെ 8 ഇരട്ടി വെള്ളം ഭൂമിയിൽ ഉണ്ട് എന്ന് മാത്രമല്ല വർഷത്തിൽ 36 പ്രാവശ്യം മഴയുടെ രൂപത്തിൽ നമുക്ക് തരികയും ചെയ്യുന്നു. അപ്പൊ വർഷത്തിൽ 36 പ്രാവശ്യം മഴയുടെ രൂപത്തിൽ നമുക്ക് വെള്ളം കിട്ടുന്നു. എപ്പോഴും നീരാവി വെള്ളം മുകളിലേക്ക് പോകുന്ന പ്രോസസ് നടക്കുന്നു. മഴ തടഞ്ഞ് താഴേക്ക് വരുന്നു. ഇതെല്ലാം നടക്കുന്നു. അപ്പോഴാണ് 200 കോടി ആളുകൾക്ക് വെള്ളമില്ല. ദരിദ്ര രാജ്യങ്ങളാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ഏഷ്യൻ രാജ്യങ്ങളാണ്. 200 കോടിക്ക് വെള്ളമില്ല. 150 കോടിക്ക് സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല. അപ്പൊ എല്ലാവർക്കും കുടിക്കാനും എല്ലാ ആവശ്യത്തിനുള്ളതിന്റെ 8 ഇരട്ടി വെള്ളം ഭൂമിയിലുള്ളപ്പോൾ 1/3 വെള്ളമില്ലാത്ത കഥകൾ പറയുമ്പോൾ വെള്ളം ഈ പുതിയ രൂപത്തിൽ മാറുകയാണ്. കേരളത്തിലുണ്ട്. വളരെ ലളിതമാണ്. മയിൽ മഴയത്ത് വരാൻ പാടില്ല, അല്ല വേനലിൽ വരാൻ പാടില്ല, വരൾച്ച സമയത്ത് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് വേറെയാണ് ലക്ഷണം. കൊന്ന മാറി പൂക്കാൻ പാടില്ല, കാലം മാറി പൂക്കാൻ പാടില്ല. കൊന്ന കാലം മാറി പൂക്കുന്നു. മയിലിന്റെ വരവും പോക്കിന് സമയത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കാലാവസ്ഥയ്ക്ക് വളരെ ഗൗരവമായ മാറ്റം കേരളത്തിൽ അനുഭവപ്പെടുന്നു. എന്താ ചെയ്യുക? മാനവരാശി എങ്ങനെ? നമുക്ക് 2 അപ്രോച്ച് ഉണ്ട്. ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഭൂമിയിൽ 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 30,000 കര കിലോമീറ്റർ വെള്ളത്തെ പിടിച്ചു നിർത്തും. അപ്പൊ നമുക്ക് കാട് വേണ്ട, മല വേണ്ട, നമുക്ക് ശല്യമാണ് മല. എല്ലാവർക്കും ലോകത്തല്ല, നമുക്ക് മാത്രമല്ല. വയൽ നമുക്ക് വേണ്ട. 3 ലക്ഷം ലിറ്റർ വെള്ളത്തെ പിടിച്ചു നിർത്തും 1 ഹെക്ടർ വയൽ. അപ്പോൾ വയൽ വേണ്ട. നമുക്ക് AC റൂമുകളിലും AC കാറുകളിലും AC വീടുകളിലും സഞ്ചരിച്ച് പോകാമെന്ന ഒരു സമൂഹം മൊത്തം ധരിച്ചാൽ എങ്ങനെയാ ശരിയാവുക? അത് പറ്റില്ല. അതിന് പ്രകൃതി തന്നെ വരണം. അവിടെയാണ് ഈ വർഷം ലോക ആരോഗ്യ സംഘടന, ലോക ഐക്യരാഷ്ട്രസഭ പറഞ്ഞത് ഊർജ്ജവുമായി ബന്ധപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജലസഹകരണ വർഷമായിരുന്നു. ഈ വർഷം ജല ഊർജ്ജവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. 10% വെള്ളം ചെലവാക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്നതിനാണ്. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് 10% വെള്ളം വരുന്നു. അത് ശുദ്ധീകരിക്കുന്നതിന് വെള്ളം വരുന്നു. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം തന്നതിന് ശേഷം ബാക്കിയുള്ള പ്ലാന്റുകൾ ശുദ്ധീകരിക്കുന്നതിന് വെള്ളം വേണ്ടി വരും. എല്ലാ ആവശ്യങ്ങൾക്കും ഒരുപാട് വെള്ളം വേണ്ടി വരുന്നു. വ്യവസായ ആവശ്യങ്ങൾക്ക് ധാരാളം വെള്ളം വേണ്ടി വരുന്നു. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേറെ മാർഗവുമില്ല. ഇത് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ മുന്നിലുള്ള മാനേജ്മെന്റ്?
മഴവെള്ളം സംഭരിച്ചതുകൊണ്ടോ, വ്യാപകമായി 10 വർഷമായി നമ്മൾ മഴവെള്ള സംഭരണം പറയുന്നു. മഴവെള്ളം സംഭരിച്ചതുകൊണ്ടോ ടാപ്പിലെ വെള്ളം ഒന്ന് കുറച്ച് പിടിച്ചതുകൊണ്ടോ ഒന്നും മാത്രം തീരുന്ന വിഷയമല്ല. കുറച്ചുകൂടി സങ്കീർണമാണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആണ് നമ്മുടെ വിഷയം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരുപാട് മാറ്റം. തെങ്ങിന് അല്ലെങ്കിൽ വാഴയ്ക്ക് അല്ലെങ്കിൽ ഒരു കൃഷിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാത്രം കൊടുക്കുന്ന സെൻസറുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കോയമ്പത്തൂരിലുണ്ട്. അപ്പൊ പാടത്ത് പറമ്പിൽ ഈ സെൻസർ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം എടുക്കുക, മണ്ണിന് ആവശ്യത്തിന് വെള്ളം തീരുമ്പോൾ വീണ്ടും സെൻസർ വർക്ക് ചെയ്യും. പിന്നെ വെള്ളം ആവശ്യത്തിനാകുമ്പോൾ സെൻസർ ഉപയോഗിച്ച് കറണ്ട് ഓഫായി വെള്ളം നിൽക്കും, പമ്പിങ് നിൽക്കും. ഇങ്ങനെയുള്ള സെൻസറുകൾ കണ്ടുപിടിച്ചു വരുന്നു. കൈവച്ചാൽ ടാപ്പ് തുറന്നിടാതെ കൈവച്ചാൽ മാത്രം വെള്ളം കിട്ടുന്ന, ഓപ്പൺ ആവുന്ന, നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ആവുന്ന പോലെ സെൻസറുകൾ വെച്ചുള്ള ടാപ്പുകൾ വരുന്നു. ശാസ്ത്രമാണ് കണ്ടുപിടിച്ചു വരുന്നു. നമ്മൾ 1 ലിറ്റർ മൂത്രം യൂറിൻ പാസ് ചെയ്യാൻ 20 ലിറ്റർ വെള്ളമാണ് ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അപ്പൊ അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഒരു വശത്ത് കൺസർവേഷനെ കുറിച്ചുള്ള വളരെ വ്യാപകമായ നിയമങ്ങൾ വരേണ്ടതുണ്ട്. നിയമങ്ങളല്ല, വളരെ വ്യാപകമായ ഒരു സംസ്കാരം വരേണ്ടതുണ്ട്. മറുവശത്ത് കാർഷിക സർവകലാശാല അടക്കമുള്ള ആളുകൾ ഇനി മെനക്കെട്ടിരുന്ന് പഠനം നടത്തിയേ പറ്റൂ. എങ്ങനെ ഏറ്റവും കുറച്ചുള്ള വെള്ളം ഉപയോഗിച്ച് ഏറ്റവും നല്ല ഉത്പാദനം ഉണ്ടാക്കാം. ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിച്ചേ പറ്റൂ. ഞാൻ ജീൻസിനെ ഒരു പ്രതീകാത്മകമായി പറഞ്ഞെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നതുണ്ട് ഭൂമിയിൽ. ഇത് നമുക്ക് ഉപേക്ഷിച്ചേ കഴിയും, അല്ലെങ്കിൽ ഇതിനെ മാറ്റി തീർത്തേ കഴിയും. അപ്പോൾ ഒരു വശത്ത് ജലത്തിന്റെ സമൃദ്ധിയിൽ കുറവുണ്ടാവുന്നു, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നു. പ്രശ്നം വെള്ളത്തിന്റെ കുറവല്ല ലോകത്തിലെ പ്രശ്നം. വെള്ളമുണ്ട്, വിചാരിക്കുന്ന സമയത്ത് വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്നിടത്ത് വിചാരിക്കുന്ന അളവിൽ എന്ത് കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. കഴിഞ്ഞ സീസണിലാണ്, കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിൽ ഏറ്റവും നല്ല മഴ കിട്ടിയതാണ് നമ്മൾ. കഴിഞ്ഞ ജൂണിൽ ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞു വരാം. ഇപ്പൊ നമുക്ക് വരൾച്ചയാണ്. അപ്പൊ പിന്നെ അങ്ങനെ പ്രകൃതിക്ക് തരാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ കേസ് എല്ലാവരുടെയും ഒരു പ്രസക്തി. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മഴയെ അറിയണം. ഇവിടെ 3000 മില്ലിമീറ്റർ മഴയുടെ കഥ പറയുന്നു. എവിടെയാ 3000 മില്ലിമീറ്റർ മഴ? കേരളത്തിൽ ഒരു സ്ഥലത്ത് 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നില്ല. 500 മില്ലിമീറ്റർ മുതൽ 5000 മില്ലിമീറ്റർ വരെയാണ്. 900 മുതൽ 5000 വരെയാണ്. 500 താഴെയുള്ള പഞ്ചായത്തുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജലത്തിന്റെ മേഖലയിൽ വൈവിധ്യങ്ങളുണ്ട്. വികസനത്തിന്റെ മേഖലയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. നമുക്ക് മണൽ കുറ്റരുത്, മണൽ മാഫിയാണെന്ന് പറയുന്നു. പക്ഷെ വലിയ കെട്ടിടം വേണ്ടെന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. അപ്പൊ നമുക്ക് വലിയ കെട്ടിടം വയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത. വലിയ കാർ, വലിയ ആഡംബര ജീവിതത്തെ കുറിച്ചാണ് എല്ലാ മാനവരും ചിന്തിക്കുന്നത്. ആരുടെയും കുറ്റമല്ല. വികസനത്തെ അങ്ങനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ അങ്ങനെ വിഭവങ്ങളില്ല, പ്രത്യേകിച്ച് വെള്ളമില്ല, അതിന് വെള്ളമില്ല. അപ്പൊ തിരിച്ചു ചിന്തിക്കാം. ഈ ജലദിനത്തിലൊക്കെ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. വെള്ളത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ജലനിധിയോ CCDയോ റെയിൻ സെന്ററോ അല്ലെങ്കിൽ ജലവകുപ്പോ അല്ലെങ്കിൽ ഒരു കൃഷി വകുപ്പോ ഒന്നുമല്ല. നമ്മൾ സ്വയം നമ്മുടെ ഒരു സംസ്കാരത്തെ തന്നെ മാറ്റി തീർക്കണം. എവിടെയൊക്കെ വെള്ളത്തെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം സംസ്കാരങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. വലിയ നല്ല സംസ്കാരം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇവിടെ. ആ സംസ്കാരങ്ങൾ ഇല്ലാതായതിൽ വെള്ളത്തിന് വലിയ പങ്കുണ്ട്. വരൾച്ച വന്നതിൽ, വെള്ളപ്പൊക്കം വരുന്ന സംസ്കാരങ്ങൾ ഇല്ലാതാക്കിയതിലൊക്കെ വലിയ കഥകളാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, വലിയ കഥകളാണ്. അപ്പൊ നമുക്ക് തിരിച്ചു ചിന്തിക്കാം. നമ്മുടെ ചിന്ത തിരിക്കണം. നമുക്ക് ലഭിക്കുന്ന പ്രകൃതി വിഭവത്തെ വളരെ ഗൗരവമായി നമ്മൾ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് എങ്ങനെ വരാം? നമുക്കെങ്ങനെ വെള്ളത്തെ കുറച്ചുപയോഗിക്കുന്ന കാർഷിക രീതികൾ കണ്ടുപിടിക്കാം? വെള്ളത്തെ കുറച്ചുപയോഗിക്കുന്ന കെട്ടിട നിർമ്മാണ രീതികൾ എങ്ങനെ കണ്ടുപിടിക്കാം? വീട് വെക്കുമ്പോൾ പരമാവധി വെള്ളത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുന്ന കെട്ടിട നിർമ്മാണ രീതികൾ എങ്ങനെ കണ്ടുപിടിക്കാം? VWD അടക്കമുള്ള റോഡ് ചാനൽ മഴ നമുക്ക് ശല്യമാണ്, ഒഴിച്ചു കളയുക എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഭൂമിയിലേക്ക് റീചാർജ് ചെയ്യാം? ഇത്തരത്തിൽ സംരക്ഷണത്തിൽ എങ്ങനെ പുതിയ മാർഗങ്ങൾ അവലംബിക്കാം? മഴയെ എങ്ങനെ കൂടുതൽ പഠിക്കാം? കരുതുക എന്നതിനപ്പുറം എങ്ങനെ സംഭരിക്കാം എന്നതിനപ്പുറം ഇതിന്റെ വരവും പോക്കുമൊക്കെ എങ്ങനെ പഠിക്കാം, എങ്ങനെ മനസ്സിലാക്കാം? അതനുസരിച്ചുള്ള ജീവിതക്രമം എങ്ങനെ രൂപപ്പെടുത്താം? ഇത്തരത്തിൽ വളരെ ഗൗരവമായി വെള്ളത്തെക്കുറിച്ചുള്ള, പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു ചിന്ത ജലദിനത്തിൽ പോകേണ്ടതുണ്ട്. അതിലേറ്റവും ഗൗരവമായി വരുന്ന 2 ഭീഷണി വരുന്നത് ഊർജത്തിന്റെ മേഖലയിലാണ്, ഭക്ഷ്യത്തിന്റെ മേഖലയിലാണ്. ഊർജത്തെക്കാൾ വലിയ ഗൗരവമായി ഭക്ഷ്യത്തിന്റെ മേഖല വരുന്നു. ഇന്ധനം കുറഞ്ഞതനുസരിച്ച് ജൈവ ഇന്ധനത്തിലേക്ക് ലോകം പോകുന്നു. ലോകം ഇങ്ങനെ മാറിപ്പോവുകയാണ് വളരെ വേഗത്തിൽ. ജൈവ ഇന്ധനത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നില്ല ലോകത്ത്. അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫുഡിന്റെ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു. ഊർജത്തിന്റെ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് വെള്ളത്തിന്റെ മേഖലയിൽ. ലളിതമാണ് ഉത്തരം, വളരെ ലളിതമാണ്. ഗാന്ധിജി പറഞ്ഞതാണ് ഉത്തരം. നമുക്കെല്ലാവർക്കും
ആവശ്യത്തിനുള്ളത് ഈ ഭൂമി തന്നിട്ടുണ്ട്. പക്ഷെ ആരുടെയും അത്യാർത്ഥിക്കുള്ളതില്ല. നമുക്ക് തിരിക്കണം, വേർതിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് പരിമിതപ്പെടുത്തണം. നമ്മൾ ഒരു കൈ ഉപയോഗിച്ചാണ് പൈപ്പിലെ വെള്ളം എടുക്കുന്നതെങ്കിൽ അതിന് 2 കൈ ഉപയോഗിച്ച് എടുക്കാൻ നമ്മൾ പഠിക്കണം. ടാപ്പിന്റെ ലീക്ക് മാറ്റാൻ പഠിക്കണം. നമ്മൾ പഠിച്ചേ പറ്റൂ. പാത്രത്തിൽ വെള്ളത്തിന്റെ കൺസർവേഷനിൽ പഠിക്കണം. പിന്നെ കളക്ഷനിൽ നമുക്കൊരു പുതിയ ചിന്ത ആവശ്യമുണ്ട്. ഈ പുതിയ കണക്കുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ആഹാര രീതിയിൽ നമുക്ക് ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ചിട്ടകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ളൊരു പുതിയ ചിന്ത പ്രവർത്തന പന്ഥാവാണ് ജലദിനത്തിലൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നത്. പിന്നെ മറ്റൊരു വാദമുണ്ട്, ഈ സെമിനാറുകൾക്കും ചർച്ചകൾക്കും ബോധവൽക്കരണത്തിനൊന്നും അങ്ങനെ വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പലരും പറയുന്നത്. വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന അങ്ങനെയല്ല, തിരിച്ചാണ്. എല്ലാ സമൂഹത്തെയും മാറ്റാൻ കഴിയുന്നത് സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും സാമൂഹ്യ പശ്ചാത്തല പ്രവർത്തനങ്ങളിലും കൂടിയാണ് ആത്യന്തികമായി മാറ്റാൻ കഴിയുന്നത്. വീടായാൽ കക്കൂസ് വേണം, കക്കൂസിന്റെ കല്യാണം കിട്ടില്ല എന്ന് പ്രചരിപ്പിച്ചൊക്കെയാണ് കേരളത്തിൽ എല്ലാവരെ കൊണ്ടും ലാറ്ററിനെ വയ്പ്പിച്ചത്. അല്ല, സ്കീമുകളിലൂടെ മാത്രമല്ല. അക്ഷരം പഠിപ്പിച്ചത് അങ്ങനെയാണ്. വെള്ളത്തിന്റെ അക്ഷരം നമുക്ക് പഠിപ്പിക്കണം, ആളുകളെ വളരെ ഗൗരവമായി പഠിപ്പിക്കണം. അത്തരത്തിലുള്ള നിയമം, കർശന നിയമങ്ങൾ, ജലനിധി പോലുള്ള വളരെ ജനകീയമായ മാതൃകാപരമായ പദ്ധതികൾ, മഴവെള്ള സംഭരണം പോലുള്ള വളരെ ഗൗരവമായ പ്രവർത്തനങ്ങൾ, അതിലേക്ക് നമുക്കൊരു ശീലം, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മഴ നമ്മുടെ സത്യമാണ്, നമുക്ക് ആവശ്യമുള്ളതാണ്, അത് ശല്യമല്ല നമുക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, അതിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം. അപ്പൊ അത്തരത്തിലുള്ള വെള്ളത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടി വരുന്നത്. അതിലേക്കാണ് ഈ ജലദിനം കയറി വരേണ്ടത്. തീർച്ചയായും മനുഷ്യർ എപ്പോഴും, നിങ്ങളും ഞാനും അടക്കം എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് ഇരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. നമുക്കിവിടെ AC ഇല്ല, ചൂടാണ്. എന്നാലും ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ടും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും ആയതുകൊണ്ടാണ് ചൂട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യമാണ് കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലെ മനുഷ്യനെ എപ്പോഴും സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നല്ല സാഹചര്യം സമൂഹത്തിൽ കൊടുക്കാൻ, നല്ല സന്ദേശം കൊടുക്കാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, നല്ല നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അതിലേക്ക് വരും എന്ന് തർക്കമില്ല. തീർച്ചയായും ജനങ്ങൾ അതിലേക്ക് വരും. ജനങ്ങൾ അതിലേക്ക് വരുത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ സന്ദേശം. ഊർജത്തെ സ്രോതസ്സുകൾ, പിന്നെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ പോകുന്നില്ല. കേരളത്തിൽ ഇടുക്കി ഡാം തൂർന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് വീട് തൂർന്നുകൊണ്ട്, കാട് വെട്ടുന്നതനുസരിച്ച് മണ്ണ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജലവൈദ്യുത പദ്ധതിയെ നമുക്കുള്ളൂ, വേറൊരു പദ്ധതിയില്ല. ആലോചിച്ച് നോക്കൂ. ജലവൈദ്യുത പദ്ധതിയെ നമുക്കുള്ളൂ. കുടിവെള്ളത്തിന് വെള്ള സ്രോതസ്സില്ല, കൃഷിക്ക് വെള്ളമല്ലാതെ സ്രോതസ്സില്ല, വ്യവസായത്തിന്റെ ശുദ്ധീകരണത്തിന് വെള്ളമല്ലാതെ സ്രോതസ്സില്ല, കമ്പ്യൂട്ടർ ഉത്പാദിപ്പിക്കുന്ന വെള്ളം വേണം, സകല ആവശ്യത്തിന് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം ഇനി അതിനേക്കാളൊക്കെ പ്രധാനം പ്രകൃതിയായി നിലനിർത്തുന്നത് വെള്ളമാണ്. കടലിലെ വെള്ളം കരയിലേക്ക് ഉപ്പുവെള്ളം കയറാത്തത് കരയിലെ ശുദ്ധജലം കൂടി കൊണ്ടാണ്. പമ്പയാറ്റിലെ എല്ലാ മാലിന്യങ്ങളെയും കടലിൽ കൊണ്ട് കളയുന്നത് പമ്പയാറ്റിലെ വെള്ളമാണ്. അപ്പൊ അതിനും വെള്ളം വേണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്കൊരു അവസരവും ജീവിക്കാനാവില്ല. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു വിഷയം, ലാബിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. കെമിസ്ട്രി ടീച്ചർ നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ കൊണ്ട് H2O എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ആ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ നമുക്കിത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ലാബിൽ ഇരിക്കുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ചേർത്ത് വെള്ളമാക്കി കുടിക്കാം എന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധമാണ്. പറ്റും. പക്ഷേ അങ്ങനെ വെള്ളമാക്കി നാടിന്റെയോ നാട്ടുകാരുടെയോ നിങ്ങളുടെ ജീവിതത്തിൽ ദാഹം തീർക്കാനാവില്ല. ഒരിഞ്ച് കനത്തിൽ മണ്ണുണ്ടാവാൻ 1000 വർഷമാണ് വേണ്ടത്. അത് നഷ്ടപ്പെടാൻ 2.5 വർഷം മതി. നല്ലൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ അത്രയും വേണ്ട. അപ്പോൾ എങ്ങനെ നമുക്കിത് സംരക്ഷിക്കാം? മണ്ണ് നമുക്ക് ഉണ്ടാക്കാനാവാത്തിടത്തോളം കാലം, കൃത്രിമമായി വെള്ളം അങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കാൻ പറ്റാത്തത്തോളം കാലം, സൂര്യനെ കൃത്രിമമായി സൃഷ്ടിക്കാൻ കഴിയാത്തത്തോളം കാലം അതിനെ തിരിച്ചറിയുക. അതാണ് വികസനം. പരിസ്ഥിതിയെ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ, അതിനെ തിരിച്ചറിയുന്നുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ, അതിനെ തിരിച്ചറിയുന്ന ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ മാനവരാശിക്ക്, അതാണ് സുസ്ഥിര വികസനം എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട്. പ്രകൃതിയെ കൂടി കൂടുതൽ മനസ്സിലാക്കുന്ന, പ്രകൃതി ഘടകങ്ങളെ മനസ്സിലാക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം. അത്തരത്തിൽ ചിന്തിക്കുകയും നമുക്ക് ഇനിയൊരു ഭൂമി ഇല്ല, ഇങ്ങനെയാണ് പോക്കെങ്കിൽ 5 ഭൂമി വേണം എന്നാണ് കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ ആർത്തിയത്. അപ്പോൾ അത് പറ്റില്ല, നമുക്ക് തിരിച്ചു വേണം. വേറൊരു ഭൂമി ഇല്ലാത്തിടത്തോളം കാലം ജീവന്റെ അംശം ജലത്തിൽ തുടങ്ങി, ജലം തന്നെയാണ് ജീവൻ. ആദിയിലെ ജീവൻ ഉണ്ടായ വെള്ളത്തിൽ ശരീരത്തിൽ 70% വെള്ളം, ബ്ലഡിൽ 90% വെള്ളം, തലച്ചോറിൽ വെള്ളം, കിഡ്നിയിൽ വെള്ളം. ഇങ്ങനെ വെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ 3 ആഴ്ച പറഞ്ഞാൽ ഇതില്ലാത്ത കണക്കുകൾ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാം, ഇതില്ലാതെ ജീവനില്ല, ജീവനുണ്ടായത് ജലത്തിലാണ്. അപ്പോൾ നിലനിൽപ്പ് ജലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്.
ബന്ധപ്പെട്ടാണ് ജലത്തിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടത്. കേരളത്തിൽ രണ്ടാണ് പ്രധാന വിഷയങ്ങൾ. ജലത്തിന്റെ സമൃദ്ധിയിൽ കുറവുണ്ടാവുന്നു, നമുക്ക് വേണ്ടത്ര സംരക്ഷിക്കാനാവുന്നില്ല. 42,000 ഘന MCM വെള്ളം ഓരോ മഴയിലും ഉപരിതല ജലസ്രോതസ്സായി പോയിട്ടാണ് നമുക്ക് 8,000 പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഭൂഗർഭേദം താഴ്ന്നു വരുന്നു, 15 ബ്ലോക്കിൽ കുറഞ്ഞു വരുന്നു. നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നമ്മൾ സാക്ഷരരാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിലാണ്, അപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ജലത്തിന്റെ ഒരു സാക്ഷരത, ജലത്തിന്റെ ഒരു ഉപയോഗത്തെ സംബന്ധിച്ചുള്ള പുതിയ ശീലങ്ങൾ, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന ശീലം, നമ്മുടെ ശീലങ്ങളൊക്കെ മാറണ്ടേ? ഇപ്പൊ കല്യാണത്തിന് ഇനിയിപ്പോ പുതിയ ശീലം വരും. കല്യാണത്തിന് നമ്മുടെ ഹൈന്ദവ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ രാജ്യാന്തരം അനുസരിച്ച് 25 കറി വിളമ്പിയതിനു ശേഷമാണ് ആളെ ഇരുത്തുന്നത്. അത് മാറേണ്ടിയിരിക്കുന്നു. ആളെ ഇരുത്തി ആവശ്യമുള്ള വിളമ്പിയാൽ മതി. തിരിച്ചടിച്ചോളൂ. ഫുഡ് വേസ്റ്റ് ഒക്കെ എത്രയാണ്? അപ്പൊ വേസ്റ്റിൽ ഒരുപാട് വരുന്നു. ഇത്തരത്തിലൊരു മാറിയ ചിന്ത ഈ ജലദിനത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെള്ളത്തെ സ്നേഹിക്കുന്ന, വെള്ളത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ചിന്ത ഉണ്ടാവണം. വരാനിരിക്കുന്ന ലോകം വെള്ളത്തിൻ്റെതാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുവാനും ജനങ്ങളോടൊപ്പം നിൽക്കുവാനും കഴിയുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. കാരണം ഈ ബോധവൽക്കരണ സെമിനാറിനൊക്കെ ഒരുപാട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവസാനം ബോധവൽക്കരണം കേട്ട് എല്ലാവരും ഒഴിവെയും ഒരാൾ മാത്രം പെട്ടിരിക്കുന്നു. ഒരുത്തനെങ്കിലും നിങ്ങൾക്കെങ്കിലും ബോധം ഉണ്ടാകട്ടെ എന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷെ ഇത് നിർത്തി വെച്ചിട്ട് വേണം എനിക്ക് മൈക്ക് ആഫീസ് വെച്ചിട്ട് വീട്ടിൽ പോകാൻ. മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ഈ ബോധവൽക്കരണത്തിൽ. ആളുകളെ ബോധവൽക്കരിക്കാനൊന്നും എളുപ്പമല്ല, പക്ഷേ ബോധമുണ്ടായിട്ട് പറ്റും. നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഒരാൾ അറിയാൻ കയറുമ്പോൾ നമ്മൾ ആ എണീറ്റ് കൊടുക്കില്ല. ഒരു മാഷ് പറയണം ചങ്ങാതി എണീറ്റ് കൊടുന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ എണീറ്റ് കൊടുത്തുന്നിരിക്കും. അത് നമ്മുടെ ഒരു ബോധ നിലവാരത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പുതിയൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് കേരളത്തിലുള്ളവരുമൊക്കെ. കാരണം നല്ല സുന്ദരമായ നാട്ടിലാണ് ജനിച്ചത്, ഒരുപാട് വെള്ളമുണ്ട്, പ്രകൃതിയുടെ സ്വന്തം നാട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ, കേരളത്തിൽ പോയാൽ, ഞാൻ നക്സൽ ബാരികളുടെ സ്ഥലത്ത് പോയി അവയർനെസ്സിന് പോയിട്ടുള്ള ആളാണ്. ഞാൻ പോയിട്ടന്ന് തിരിച്ചു വരില്ല എന്നായിരുന്നു കേരളത്തിൽ ഞാൻ പോയി എൻ്റെ വാഹനം ആക്സിഡന്റിൽ പെട്ടു. ഞാൻ ആക്സിഡന്റിൽ പെട്ടതിന് തൊട്ട് മുമ്പ് അവിടുത്തെ പഞ്ചായത്ത് മന്ത്രിയെ, ഞങ്ങളുടെ വാഹനം പോകുന്നതിന് തൊട്ട് മുമ്പ്, ഞങ്ങൾ കളക്ടർ വാഹനത്തിൽ പോകുന്നു തൊട്ട് മുമ്പ് പഞ്ചായത്ത് മന്ത്രി, അന്നത്തെ അവിടുത്തെ ആന്ധ്രയിലെ പഞ്ചായത്ത് മന്ത്രിയെ ഓം ബ്ലാസ്റ്റിൽ കൊല്ലുന്നു. ഞാൻ പറഞ്ഞ അത് പറയാനില്ല. ആ ഗ്രാമത്തിൽ, നക്സലൈറ്റുള്ള ഗ്രാമത്തിലാണ് എനിക്ക് പക്ഷേ ഈ താമസം. ഒരു ബക്കറ്റ് വെള്ളം തന്നിട്ട് പറഞ്ഞു, 3 ദിവസം താങ്കൾക്ക് കുളിക്കാനും എല്ലാ ആവശ്യത്തിനും ഈ ഒരു ബക്കറ്റ് വെള്ളമാണ്, വേറെ സംവിധാനമില്ല. അതാണ് ഭാരതം. വെള്ളമുള്ള സ്ഥലമല്ല ഭാരതം. നമുക്ക് തിരിച്ചു ചിന്തിക്കാം. ഓരോ തുള്ളിയും നമുക്ക് കരുതി തന്നെ സൂക്ഷിക്കാം. വളരെ കരുതലോടെ നമുക്കൊരു പുതിയ, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നൊരു കേരള ജലനിധിക്കൊക്കെ സ്വപ്നം കാണാം. എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന കേരളം ഒരുപക്ഷെ ജലനിധി ഇന്ത്യയിൽ ആദ്യത്തെ ജനകീയ പങ്കാളിത്ത മാതൃകയാണ്. ഈ മാതൃക സമ്പൂർണ്ണ സാക്ഷരത നടന്നപ്പോൾ കേരളത്തിലെ ആളുകളെയാണ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വിളിച്ചത്. അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഇതിന്റെ സന്ദേശവാഹകരായി നമുക്ക് ഒന്നിച്ച് പോകാൻ, ഭാരതത്തിന് മുഴുവൻ കുടിവെള്ളം കൊടുക്കുന്ന ആ ദിനം നമുക്ക് സ്വപ്നം കാണണം. വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ ആവശ്യമുണ്ട്. വേറെ മഴ കൊണ്ട് മാത്രം തീരുന്നതല്ല. അതിലേക്ക് നമ്മുടെ എല്ലാം മനസ്സാദ്യം ഒന്ന് ഉണരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മനസ്സ് മലിനമായാൽ പുഴ മലിനമാകും. അതാണ് ചരിത്രം. പുഴ മലിനമാകുന്നിടത്ത് താമസിക്കുന്നവരുടെ മനസ്സും ശരീരവും മലിനമാവുകയും സംഘർഷത്തിലേക്ക് പോകും. അതാണ് ലോക ചരിത്രം. സംസ്കാരങ്ങളെല്ലാം അങ്ങനെ പറയും. നമ്മുടെ മനസ്സുകൾ മലിനമാകാതിരിക്കട്ടെ. പുഴയെല്ലാം തെളിനീരൊഴുകുവാനുള്ള, തിരിച്ചു പിടിക്കാൻ മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയും നമ്മുടെ ചാലിയാറും പമ്പയും പെരിയാറും ഒക്കെ ചാലുകളായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് നൊമ്പരം ഉണ്ടാവണം. ആ നൊമ്പരത്തിൽ നിന്ന് പുതിയൊരു കേരളം നമുക്ക് സൃഷ്ടിക്കണം. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ പറയാൻ, ഇവിടുത്തെ മാഫിയകളോട് പറയാൻ, അരുതെന്ന് പറയാൻ വെള്ളത്തിന്റെ മേഖലയിലെങ്കിലും നമ്മളെ ഉള്ളൂ. ഓരോ മേഖലയിൽ ഓരോരുത്തരാണ് നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെന്റ്. അപ്പോൾ ആ തരത്തിൽ അരുത്, തെറ്റ് എന്ന് പറയുവാനുള്ള വലിയൊരു വിദ്യാഭ്യാസം കൂടി നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വമായി ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും ജലദിനാശംസകൾ. ശിശുവിൻ്റെയും ജലദിനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അത്തരത്തിൽ വളരെ നന്മയുടെ സ്വഭാവം കാണിച്ച, വളരെ ഉദാത്തമായി ഇതിനെ സംഘടിപ്പിക്കാൻ അവസരമുണ്ടാക്കിയത് പ്രത്യേകം അവരോട് സാറിനോടൊക്കെ നന്ദി പറയുന്നു. AC ഒഴിവായത്, അല്ലെങ്കിൽ നമുക്ക് ഇന്നലെ ആലോചിച്ചു ഈ പാടൊന്ന് മാറിയാൽ എന്തെന്ന്, അതിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പോസിറ്റീവായി എടുക്കാം. വെള്ളമില്ലാത്ത 10,000-കണക്കിന് ആളുകളോട് ഐക്യദാർഢ്യമാവട്ടെ. നമ്മളുടെ ഈ AC ഇല്ലാത്ത ചൂടിൽ നിന്നുള്ള നമ്മുടെ വിയർപ്പ് മാത്രം എടുക്കുക, പോസിറ്റീവായി എടുക്കണമെന്ന് മാത്രം പറഞ്ഞു.